ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫുഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. ഞാൻ ഈ വീഡിയോ മൺഡേ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വരുന്ന കന്നഡ ചേച്ചിമാർ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കർണാടക സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നു കേട്ടോ. ഇത് ആക്ച്വലി കുറച്ചൊരു കുഴഞ്ഞ പരുവാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ സ്റ്റിഫായിട്ടുള്ളൊരു ചോറല്ല കേട്ടോ, മൊത്തമായിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇങ്ങനത്തെ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ എൻ്റെ വീട്ടിൽ ആകെ നോൺ വെജ് തിന്നുന്നത് ഞാനും അമ്മുമ്മയും പാപ്പുമാണ്. പക്ഷെ അമ്മുമ്മയ്ക്കും പാപ്പുവിനും ഇങ്ങനത്തെ ബിരിയാണിയോട് വലിയ താല്പര്യമില്ല. എന്നാലും കഴിക്കും കേട്ടോ, കിട്ടിക്കഴിഞ്ഞാൽ വെട്ടിക്കയറ്റും, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കുഴഞ്ഞ് മൊത്തമായിട്ട് ബ്ലെൻഡായിട്ടുള്ള ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മ നമുക്ക് വേണ്ടി പപ്പടം ഉണ്ടാക്കി തരുന്നുണ്ട്. ചേച്ചിമാർ പപ്പടം കാച്ചി വെക്കാൻ മറന്നുപോയിട്ടോ. അപ്പം അമ്മ നമുക്ക് പപ്പടം ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു വിറ്റ് സംഭവിച്ചു കേട്ടോ. ഞാൻ ആക്ച്വലി വേറൊരു ഡ്രസ്സായിരുന്നു ഇട്ട്, അതെല്ലാം ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റായി വന്നതായിരുന്നു. എൻ്റെ ഏതോ ഒരു കഷ്ടകാലത്തിന് അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഒരു ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറേ കവേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗ് തുറന്നൊരു കവർ എടുത്തു തരാൻ പറഞ്ഞു. ആ ഒരു ബാഗ് തുറന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്തോ ഒരു സാധനം ഇങ്ങനെ ചാടണ പോലെ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ താഴേക്ക് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുന്നു, ഒന്നും കണ്ടില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയിൽ തന്നെ എൻ്റെ ഡ്രസ്സിൽ എന്തോ ഒരു വെയിറ്റ് തോന്നി. ഞാൻ നോക്കുമ്പോൾ എന്താ ഗൈസ്, ഒരു പല്ലി, എൻ്റെ ഡ്രസ്സിലൊരു പല്ലി രണ്ട് കറുത്ത കണ്ണും തുറന്ന് തുറിച്ച് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കാട്ടോ. ഞാൻ വീടിൻ്റെ രണ്ടാക്കി അലറിപ്പൊളിച്ചിട്ട് ഭാഗ്യത്തിന്, എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ ബിരിയാണി ടേബിളിൽ നിന്ന് താഴെ വീണില്ല. അതും കൂടെ താഴെ പോയിരുന്നെങ്കിൽ സ്വർഗരാജ്യം കാണും നമ്മൾ, അതായിരിക്കും എൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ഒരുവിധം പല്ലിയൊക്കെ ഓട്ടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. എൻ്റെ മൂഡ് മൊത്തം ആ പല്ലി നശിപ്പിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ബോഡി കുറച്ചൊരു വിറക്കലുണ്ട്. എനിക്ക് ഈ പല്ലി, കൂറ, അതായത് പല്ലി, പാറ്റ, തവള, ഈ മൂന്ന് ജീവികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാട്ടോ. എനിക്ക് ഇത്രയും പേടിയുള്ള വേറെ ജീവികൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളൊരു ബിരിയാണി കഥയിൽ തുടങ്ങി പറഞ്ഞ് എങ്കയോ പോയിട്ടേ നമുക്കിനി ബിരിയാണിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കിങ്ങനെ കുഴഞ്ഞിട്ടുള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മൂമ്മയ്ക്കും പാപ്പൂനും അത്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല. അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചോറ് വേറെ, മസാല വേറെ, ചിക്കൻ വേറെ, അങ്ങനെ വെവ്വേറെ നിൽക്കണം കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എന്തും പോകുമല്ലോ. അങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. പാപ്പു കുറച്ചേ കഴിച്ചുള്ളൂ. അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞെങ്കിലും കുറച്ച് കഴിച്ചു കേട്ടോ. പക്ഷെ മറ്റേ ബിരിയാണി ആണെങ്കിൽ കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ടാവും, അത് വേറെ കാര്യം. അമ്മുമ്മയും പാപ്പു ഈ ഒരു ബിരിയാണി കഴിച്ച ഉടനെ ഒരേ സ്വരത്തിൽ പറഞ്ഞു കേട്ടോ, വേവ് കൂടിപ്പോയി, മൊത്തമായിട്ടൊരു കുഴഞ്ഞ പരിവായിന്ന്. പക്ഷെ എനിക്കാണെങ്കിലോ ഇങ്ങനത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാണ്ട് ഞാൻ വെട്ടിക്കയറ്റിയായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, മൊത്തമായിട്ടൊരു കുഴഞ്ഞിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പം ഇങ്ങനത്തെ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്കേ ഇഷ്ടപ്പെടുള്ളൂ, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. ആഫ്റ്റർ ഓൾ ബിരിയാണി ഈസ് എവ്രി വൺസ് ഫേവറേറ്റ് അല്ലേ. എനിക്ക് പേഴ്സണലി ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് കുറേ ബിരിയാണി ലവേഴ്സിനെ അറിയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ബിരിയാണി പൊക്കോളും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പിന്നെയും കാണാം. ചാ ചാ.